ഫുട്ബോൾ മത്സരങ്ങൾക്കിടെ റഫറിമാരോട് സംസാരിക്കാൻ ക്യാപ്റ്റന്മാർക്ക് മാത്രം അനുമതി നൽകുന്ന നിയമം ആഗോളതലത്തിൽ നടപ്പാക്കാൻ അന്താരാഷ്ട്ര ഫുട്ബോൾ ഫെഡറേഷൻ ഫിഫ തയ്യാറെടുക്കുന്നു. പാരീസ് ഒളിമ്പിക്സിലെ ഫുട്ബോൾ മത്സരങ്ങൾക്ക് ഇത് ബാധകമായിരിക്കുമെന്ന് ഫിഫ പ്രസിഡന്റും അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി (OC) അംഗവുമായ ജിയാനി ഇൻഫാന്റിനോ പറഞ്ഞു. യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷൻ (UEFA) ആണ് കഴിഞ്ഞ മാസത്തെ യൂറോ കപ്പിൽ ക്യാപ്റ്റൻ ഓൺലി നിയമം ആദ്യമായി പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയത്. ഇത് വിജയകരമാണെന്ന് കണ്ടതോടെ യുവേഫയുടെ എല്ലാ മത്സരങ്ങളിലേക്കും നിയമം വ്യാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ എല്ലാ ടൂർണമെന്റുകൾക്കും ക്യാപ്റ്റൻ ഓൺലി നിയമം കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഫിഫ പ്രസിഡന്റ് ബുധനാഴ്ച വെളിപ്പെടുത്തി. കളിക്കാരും റഫറിമാരും തമ്മിലെ ആശയവിനിമയത്തിൽ വ്യക്തത വരുത്താനും സുഗമമാക്കുന്നതിനും റഫറിമാരോട് തർക്കത്തിലേർപ്പെടുന്നത് കുറയ്ക്കാനും ഇതിലൂടെ കഴിയുമെന്നാണ് കരുതപ്പെടുന്നത്. വാർ അഥവാ വീഡിയോ അസിസ്റ്റ് റഫറി പോലുള്ള സംവിധാനങ്ങൾ വഴി മാച്ച് റഫറിയുടെ തീരുമാനങ്ങൾ പുനഃപരിശോധനയ്ക്ക് അഭ്യർത്ഥിക്കാൻ ക്യാപ്റ്റനാണ് അധികാരം. കളിക്കാർ റഫറിമാരോട് കയർക്കുകയോ തട്ടിക്കയറുകയോ അനാവശ്യമായി സംസാരിക്കുകയോ ചെയ്യുന്ന പ്രവണത ഇല്ലാതാക്കാൻ ഇതിലൂടെ ലക്ഷ്യമിടുന്നു. റഫറിമാരില്ലാതെ ഫുട്ബോൾ ഇല്ല. മാച്ച് ഒഫീഷ്യലുകളെ സംരക്ഷിക്കുകയും കളിക്കാർ അവരോട് ബഹുമാനത്തോടെ പെരുമാറുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നത് മത്സരങ്ങളുടെ സുഗമമായ നടത്തിപ്പിനും ഭാവി ഫുട്ബോളിനും അത്യന്താപേക്ഷിതമാണ് എന്ന് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ പറഞ്ഞു. ആഗോളതലത്തിൽ ക്യാപ്റ്റൻ ഓൺലി നിയമം കൊണ്ടുവരുന്നതിനെ ഫിഫ പ്രോത്സാഹിപ്പിക്കും. ഒളിമ്പിക്സ് സമയത്ത് ക്യാപ്റ്റന്മാർക്ക് മാത്രമേ റഫറിയുമായി സംസാരിക്കാനും തീരുമാനങ്ങൾ ചർച്ച ചെയ്യാനും അനുവദിക്കൂ.